ചാപ്റ്റർ 9 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഫോക്കസ് ഏരിയയിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. 9.3 സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, 9.4 ഹുക്സ് ലോ ആൻഡ് 9.5 സ്ട്രെസ് സ്ട്രെയിൻ കർവ്. അപ്പോൾ ഇലാസ്റ്റിസിറ്റിയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഇലാസ്റ്റിസിറ്റിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതൊരു ഹീപ്പ് ഓഫ് സാൻഡ് ആണ് അല്ലേ, മണൽക്കൂന. ഇതിൻ്റെ ഷേപ്പ് പിരമിഡലാണ് അല്ലേ. അതുപോലെ തന്നെ മൗണ്ടൻസിൻ്റെ ഷേപ്പും പിരമിഡലാണ്. ഇത് മൗണ്ട് എവറസ്റ്റ് ആണ്. മാത്രമല്ല നമ്മുടെ എർത്തിലെ മാക്സിമം ഒരു മൗണ്ടിന് 10 കിലോമീറ്റർ ഹൈറ്റ് വരെ പോസിബിൾ ഉള്ളൂ. മൗണ്ട് എവറസ്റ്റിൻ്റെ ഹൈറ്റ് തന്നെ 8,849 മീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്തായിരിക്കും? ഇനി ഇത് നോക്ക്, നമ്മൾ കാണുന്ന ബ്രിഡ്ജാണല്ലേ. ബ്രിഡ്ജിൻ്റെ ബീം അല്ലെങ്കിൽ ആ പില്ലറിൻ്റെ മുകളിലായിട്ടൊരു ബീം കൊടുത്ത് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണല്ലേ. അപ്പോൾ ഈ ബീമിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഐ ഷേപ്ഡ് ബീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടായിരിക്കും ഐ ഷേപ്ഡ് ബീം യൂസ് ചെയ്യുന്നത്? അപ്പോൾ ബ്രിഡ്ജൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ പില്ലറും ബീമും ഒക്കെ നമ്മൾ അത് ഡിസൈൻ ചെയ്യുന്നത് മെറ്റീരിയൽ സ്ട്രെങ്ത് നോക്കിയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഈ മെറ്റീരിയൽ സ്ട്രെങ്തും ഇതിൻ്റെ ഡിസൈനും ഒക്കെ സ്ട്രക്ചറൽ എൻജിനീയറിങ്ങിലാണ് വരുന്നത്. ഈ സ്ട്രക്ചറൽ എൻജിനീയറിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ഇലാസ്റ്റിസിറ്റിയാണ്. അതുപോലെ ഇത് പാമ്പൻ പാലമാണ്, രാമേശ്വരം ബ്രിഡ്ജ്. അതുപോലെ നമുക്ക് ക്രെയിനിൽ ഉപയോഗിക്കുന്ന റോപ്പ്, അതൊരു സിംഗിൾ റോപ്പല്ല. ഇതുപോലെ തിൻ റോപ്സ് ഒരുമിച്ച് ചേർത്ത് ഒരു സിംഗിൾ റോപ്പാക്കി മാറ്റിയിരിക്കുന്നതാണ്. ക്രെയിനിൽ നമുക്ക് ഹെവി ലോഡൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന റോപ്പ് എന്തുകൊണ്ട് സിംഗിളായിട്ടുള്ള ഒരു റോപ്പ് യൂസ് ചെയ്യാതെ കൂടുതൽ സ്ട്രാൻഡ്സ് ഉപയോഗിച്ചിട്ട് ചെയ്ത ഒരു റോപ്പ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ശരിക്കും നമ്മുടെ ഇലാസ്റ്റിസിറ്റിയുടെ ആപ്ലിക്കേഷൻസിൽ വരുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ 3 സൈസിലുള്ള ഒബ്ജക്ട്സ് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നോക്കിയതൊന്ന് പ്രസ് ചെയ്തു, ഓക്കെ, മാറ്റി. ഇവിടെ ഞാനൊന്ന് പ്രസ് ചെയ്തു, കണ്ടല്ലോ. ഇനി ഇതിനെ ഞാനൊന്ന് ഇങ്ങനെ വലിച്ചു നീട്ടി, എന്നിട്ട് ഫോഴ്സ് റിമൂവ് ചെയ്തു. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഫോഴ്സ് ഇതിൻ്റെ ഷേപ്പ് മാറ്റുന്നുണ്ടല്ലേ. ഇവിടെയും ഷേപ്പ് മാറ്റുന്നു, ഇവിടെ സൈസ് ചേഞ്ച് ചെയ്തു അല്ലേ. സോ ദ എക്സ്റ്റേണൽ ഫോഴ്സ് വിച്ച് ചേഞ്ചസ് ഷേപ്പ് ഓർ സൈസ് ഓഫ് എ ബോഡി ഇസ് കോൾഡ് ഡീഫോമിംഗ് ഫോഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോഴ്സ് പഠിച്ചു, ഡീഫോമിംഗ് ഫോഴ്സ്. ഇറ്റ് ഈസ് ദി എക്സ്റ്റേണൽ ഫോഴ്സ് വിച്ച് ചേഞ്ചസ് ഷേപ്പ് ഓർ സൈസ് ഓഫ് എ ബോഡി. ഇനി നിങ്ങൾ നോക്കി, ഇവിടെ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഷേപ്പ് അങ്ങ് ചേഞ്ച് ചെയ്തു, തിരിച്ച് വന്നില്ല അല്ലേ, പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വന്നില്ല. ഇവിടെയാണെങ്കിൽ ഇതാ നോക്ക്, ഇത് ഷേപ്പ് മാറിയിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഈ ലെങ്തും അതുപോലെ തന്നെയാണ്, ലെങ്ത് ഇൻക്രീസ് ചെയ്തിട്ട് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ body which regains its original shape or size after the removal of external force is called elastic. അപ്പോൾ ഇവിടെ ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് ബോഡീസ് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. സോ ഇലാസ്റ്റിസിറ്റി ഇസ് ദി പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബൈ വെർച്യൂ ഓഫ് വിച്ച് ഇറ്റ് റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ഓൺ ദി റിമൂവൽ ഓഫ് ഡീഫോമിംഗ് ഫോഴ്സ്. ഡീഫോമിംഗ് ഫോഴ്സ് എന്താണെന്ന് മനസ്സിലായായിരുന്നു. അതുപോലെ തന്നെ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബൈ വെർച്യൂ ഓഫ് വിച്ച് ഇറ്റ് ഡസ് നോട്ട് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ഓൺ ദി റിമൂവൽ ഓഫ് ഡീഫോമിംഗ് ഫോഴ്സ് ഇസ് കോൾഡ് പ്ലാസ്റ്റിസിറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡീഫോമിംഗ് ഫോഴ്സ് മനസ്സിലായി, ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി ഇത്രയും മനസ്സിലായി അല്ലേ. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരുന്നു ഡീഫോമിംഗ് ഫോഴ്സ്. ഒറിജിനൽ സൈസ് റീഗൈൻ ചെയ്ത ബോഡിയാണ് ഇലാസ്റ്റിക്, റീഗൈൻ ചെയ്യാത്ത ബോഡി പ്ലാസ്റ്റിക്. ഇനി നോക്കുക, അതാ ഇവിടെ ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഡീഫോമിംഗ് ആയിരുന്നു, ബോഡി പഴയ അവസ്ഥയിലേക്ക് ഫോഴ്സ് റിമൂവ് ചെയ്തപ്പോൾ എത്തിച്ചേർന്നു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇതിന് പഴയ അവസ്ഥ തിരിച്ചു കിട്ടിയത്? അപ്പോൾ അതിൻ്റെ കാരണം അപ്ലൈ ചെയ്ത ഫോഴ്സിന് ഓപ്പോസിറ്റായിട്ട് ഈ ബോഡിക്കകത്തൊരു ഇൻറ്റേർണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്തു. ആ ഇൻറ്റേർണൽ ഫോഴ്സാണ് ഇതിനെ പഴയ അവസ്ഥ റീഗൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. ഈസ് എ ഇൻറ്റേർണൽ ഫോഴ്സ് developed inside a body which helps to regain the original size or shape of a body is called restoring force. Restoring force എന്താണെന്ന് മനസ്സിലായി. It is the internal force and this force helps to regain the original size or shape of the body.
അപ്പോൾ ഇങ്ങനെയുള്ള റീസ്റ്റോറിങ് ഫോഴ്സ്, ഈ ഇവിടെ ഡെവലപ്പ് ചെയ്ത ടോട്ടൽ റീസ്റ്റോറിങ് ഫോഴ്സ് ബൈ ഏരിയ ഓഫ് ദി ബോഡി ചെയ്യുന്നു. അതായത് റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് ഏരിയ. അതിനെ നമ്മളൊരു പുതിയ ടേം ഉപയോഗിച്ച് വിളിക്കും സ്ട്രെസ്. സോ സ്ട്രെസ് ഈസ് ദി റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കൊടുക്കാൻ പറ്റും. അതായത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് പാസ്കൽ. ഇപ്പോൾ സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ എടുത്തു കഴിഞ്ഞാൽ പ്രഷറിൻ്റെ അതേ ഡയമെൻഷൻ തന്നെ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദി എക്സ്റ്റേണൽ ഫോഴ്സ്, ദാറ്റ് ഈസ് ഡീഫോമിങ് ഫോഴ്സ്. ഇനി ഇവിടെ ഇത്രയും ലെങ്ത് ഉണ്ടായിരുന്നു അല്ലേ, ഇതാണ് ഈ ഒറിജിനൽ ലെങ്ത് അല്ലേ ഇവിടുത്തെ ഈ ബോഡിയുടെ. ഞാൻ ഈ ഒറിജിനൽ ലെങ്തിൽ നിന്ന് കുറച്ച് ലെങ്ത് ഇൻക്രീസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇവിടെ ഒരു ഇൻക്രീസ് ഇൻ ലെങ്ത് ഉണ്ടല്ലേ. ആ ഇൻക്രീസ് ഇൻ ലെങ്തും ഒറിജിനൽ ലെങ്തും തമ്മിലുള്ള റേഷ്യോ നമ്മൾ എടുക്കുന്നു. അതായത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ആ റേഷ്യോ നമ്മളൊരു പുതിയ ടേം ഉപയോഗിച്ച് പറയും സ്ട്രെയിൻ. സോ ആക്ച്വലി സ്ട്രെയിൻ ഈസ് ദി ഇഫക്റ്റ് ഓഫ് സ്ട്രെസ് ഓൺ എ ബോഡി. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫക്റ്റ് ഓഫ് സ്ട്രെസ് ഓൺ എ ബോഡി. സ്ട്രെയിൻ ഈസ് മെഷേർഡ് ആസ് ദി റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ. ലെങ്ത് ആയതുകൊണ്ടാണ് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഏരിയ ആണെങ്കിൽ ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ എടുക്കുക. വോളിയം ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. അതായത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ദാറ്റ് റേഷ്യോ ഇസ് കോൾഡ് സ്ട്രെയിൻ. സ്ട്രെയിനിന് യൂണിറ്റോ ഡയമെൻഷനോ ഇല്ല, കാരണം ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷനാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ്സും സ്ട്രെയിനും മനസ്സിലായല്ലേ. അപ്പോൾ നമുക്ക് സ്ട്രെസ്സ് ഫോഴ്സ് ബൈ ഏരിയ, സ്ട്രെയിൻ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ലെങ്ത് ആണെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് അല്ലേ, ഡെൽറ്റ എൽ ആണ് ചേഞ്ച് ഇൻ ലെങ്ത് എങ്കിൽ ബൈ ഒറിജിനൽ ലെങ്ത് ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇവിടെ ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഹുക്സ് ലോ. ഹുക്സ് ലോ പറയുന്നത് വളരെ സിമ്പിളാണ്. വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ദാറ്റ് ഈസ് ഫോർ സ്മോൾ ഡീഫോർമേഷൻസ്. അതാണ് വിത്തിൻ ദി ഇലാസ്റ്റിക് limit. For small deformations, stress and strain are directly proportional to each other. Stress is directly proportional to strain within the elastic limit. Okay, what is Hooke's law? Within the elastic limit. ആ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Within the elastic limit, stress is directly proportional to strain. ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ചെറിയ ഡീഫോർമേഷൻ, അതായത് ഈ ബോഡിയുടെ ഇലാസ്റ്റിസിറ്റി നിങ്ങൾക്കറിയാം. ഇലാസ്റ്റിക് ബോഡീസൊക്കെ ഒരു നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ റീഗെയിൻ ചെയ്യുന്നു. പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് പെർമനൻ്റ് ആയിട്ട് അതിൽ നമ്മൾ എന്ത് മാറ്റമാണോ വരുത്തിയത് അത് പെർമനൻ്റ് ആയിട്ട് കുറച്ച് അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ലെങ്ത് ആണ് ഇൻക്രീസ് ചെയ്യിപ്പിച്ചെങ്കിൽ ആ ഇലാസ്റ്റിക് ബാൻഡിൻ്റെ ലെങ്ത് പിന്നീട് കുറച്ച് കൂടിയിരിക്കും. അപ്പം ഇങ്ങനെ അങ്ങനെ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ, അതായത് ബോഡി കംപ്ലീറ്റ് ഇലാസ്റ്റിസിറ്റി കീപ്പ് ചെയ്യുന്ന ആ ലിമിറ്റ്, വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ സ്ട്രെസ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു സ്ട്രെയിൻ എന്ന് നമുക്ക് കൊടുക്കാം. ആൻഡ് ദിസ് കോൺസ്റ്റൻറ്റ് ഇസ് കോൾഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സോ വി ക്യാൻ റൈറ്റ് K is equal to stress by strain. So modulus of elasticity is equal to stress by strain. Strain യൂണിറ്റോ ഡയമെൻഷനോ ഇല്ല. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് പാസ്കൽ ആണല്ലേ. അപ്പോൾ ഇലാസ്റ്റിക് മോഡുലസിൻ്റെ യൂണിറ്റും എന്തായിരിക്കും? സ്ട്രെസ്സിൻ്റെ അതേ യൂണിറ്റ് ആയിരിക്കും, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ ആയിരിക്കും. യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ. ഇവിടെ സ്ട്രെസ്സിനും അതേ യൂണിറ്റാണ്. സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല. ഡയമെൻഷനും സ്ട്രെസ്സിൻ്റെയും ഇലാസ്റ്റിക് മോഡുലസിൻ്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കും. ഇനി ഇലാസ്റ്റിക് മോഡുലെ 3 ടൈപ്സ് ഉണ്ട്. അതായത് നമുക്ക് ബോഡിയുടെ സൈസ് ലെങ്ത് വൈസ് ചേഞ്ച് ചെയ്യാം, ബോഡിയുടെ വോളിയം ചേഞ്ച് ചെയ്യാം, ഷേപ്പ് ചേഞ്ച് ചെയ്യാം. ഇതനുസരിച്ച് നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. യങ്സ് മോഡുലസ് ആണ് ഒന്നാമത്തെ മോഡുലസ്. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് ആൻഡ് ഷിയർ മോഡുലസ്.
സോ 3 moduli of elasticity are ഏതൊക്കെയാണ്? യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് and shear modulus, SHEAR, shear modulus. So according to Hooke's law, stress is directly proportional to strain. Stress is equal to a constant into strain, and that constant is called the modulus of elasticity, and K is equal to stress by strain. We have 3 moduli of elasticity. Number 1 Young's modulus, number 2 bulk modulus, and number 3 shear modulus. നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ കർവ് നോക്കാം, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. അപ്പോൾ ഈ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും ഒരു എക്സ്പെരിമെൻറ്റിലൂടെ സ്ട്രെസ്സും സ്ട്രെയിനും റെക്കോർഡ് ചെയ്തിട്ട് അതനുസരിച്ചിട്ടാണ് ഗ്രാഫ് വരച്ചിരിക്കുന്നത്. ആ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മെറ്റൽ വയർ എടുത്തിട്ട് മെറ്റൽ വയറിലേക്ക് അതിൻ്റെ ഒറിജിനൽ ലെങ്ത് മെഷർ ചെയ്തതിന് ശേഷം കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഒരു മാസ് ഹാങ് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ എക്സ്റ്റൻഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നു. അങ്ങനെ സ്ട്രെസ്സും സ്ട്രെയിനും ഗ്രാജുവലി ഇവിടുത്തെ ഈ അപ്ലൈഡ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്ത് സ്ട്രെസ്സും സ്ട്രെയിനും മെഷർ ചെയ്തതിന് ശേഷം വരച്ചിരിക്കുന്ന ഗ്രാഫാണ്. അപ്പോൾ നമുക്ക് ഗ്രാഫ് നോക്കാം. നിങ്ങൾ ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ എടുത്തിരിക്കുന്ന സ്ട്രെയിനും വൈ ആക്സിസിൽ സ്ട്രെസ്സുമാണ്. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ സ്ട്രെയിൻ ആണ് എക്സ് ആക്സിസിൽ എടുക്കേണ്ടത്, അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി ഗ്രാഫ് വരച്ചിരിക്കുന്ന ഈ ഗ്രാഫിൻ്റെ നോക്ക് O to A റീജിയൻ, നമുക്ക് O മുതൽ A വരെയുള്ള റീജിയൻ എടുത്തു കഴിഞ്ഞാൽ OA റീജിയനിൽ നമുക്കറിയാം ഗ്രാഫ് ഇസ് ലീനിയർ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ. ഗ്രാഫ് ഈസ് ലീനിയർ, ദാറ്റ് മീൻസ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പോൾ അപ് ടു OA ഗ്രാഫ് ഇസ് ലീനിയർ, ദാറ്റ് ഈസ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സോ ദി മെറ്റീരിയൽ ഒബേസ് ഹുക്സ് ലോ. സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് മെറ്റീരിയൽ ഹുക്സ് ലോ ഒബേ ചെയ്യുന്നു. And also the body regains its original dimensions when the applied force is removed. അതായത് in this region the solid behaves as an elastic body. അപ്പോൾ OA റീജിയനിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത് ഗ്രാഫ് ലീനിയർ ആണ്, obeys Hooke's law, stress is directly proportional to strain, and the body behaves as an elastic body. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നോക്കാം. ഇതാ നോക്കി, ഇൻ ദി റീജിയൻ എ ബി എന്ന് പറഞ്ഞ റീജിയൻ നോക്കുമ്പോൾ സ്ട്രെസ് ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെയിറ്റ് ലൈൻ അല്ല, ലീനിയർ അല്ല ഗ്രാഫ്. സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ പ്രൊപ്പോർഷണൽ അല്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് റിട്ടേൺസ് ടു ദി ഒറിജിനൽ ഡയമെൻഷൻ. അങ്ങനെ പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ പോലും അത് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് റിമൂവ് ചെയ്താൽ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, അപ്പം between A and B, stress is not directly proportional to strain, but still it returns to the original dimension when the load is removed. Okay, and the point B, kando point B, this point is called elastic limit. Point B is called elastic limit. Okay, അപ്പോൾ പ്രധാന പോയിന്റ് ആണ്, ഓർത്തു വയ്ക്കുക. ആ പോയിന്റ് B ആണ് ഇലാസ്റ്റിക് ലിമിറ്റ്, or it is called yield point, YIELD. അപ്പോൾ പോയിന്റ് ബിയുടെ പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ് ഓർ yield പോയിന്റ്. ഓക്കെ, അപ്പം എ ബി റീജിയനിൽ നിങ്ങൾക്ക് മനസ്സിലായി സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിലും ബോഡി ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നുണ്ട്. ആ ഇലാസ്റ്റിസിറ്റി ബി എത്തുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാകുന്നു. അതുകൊണ്ടാണ് ബിയെ നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് ഓർ yield പോയിന്റ് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പെരിമെൻറ്റിൽ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞിട്ടും ബോഡിയെ സ്ട്രെസ് അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യാണ്, അതിനെ വീണ്ടും ലോഡ് അപ്ലൈ ചെയ്ത് അതിൻ്റെ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പം നമുക്ക് ഗ്രാഫിൻ്റെ ബാക്കി പോർഷൻ കിട്ടുന്നുണ്ടല്ലേ. ബാക്കി പോർഷൻ നമുക്കൊരു ബി മുതൽ സി വരെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഏറ്റവും മാക്സിമം ഹയസ്റ്റ് പോയിന്റിനെ ഞാൻ ഡി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. നോക്കൂ, ഇവിടെ ബി മുതൽ ഡി വരെയുള്ള റീജിയൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിൽ നിന്ന് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഈ ഹൈറ്റിനേക്കാൾ ഇങ്ങോട്ടുള്ള ലെങ്ത് ആണ് ഗ്രാഫിൻ്റെ കൂടിയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ സ്ട്രെയിൻ ആണ് കൂടുതൽ സ്ട്രെസ്സിനേക്കാൾ. ഓക്കെ, സ്ട്രെസ്സിനേക്കാൾ സ്ട്രെയിൻ കൂടുതലാണ്. ദാറ്റ് ഈസ് strain increases rapidly even for a small change in the stress. Okay, strain increases, അല്ലേ? Strain increases rapidly for a
സ്മോൾ സ്ട്രെസ് അപ്ലൈ ചെയ്താൽ പോലും ബോഡിക്ക് ഉണ്ടാകുന്ന എക്സ്റ്റൻഷൻ കൂടുതലായിരിക്കും. മാത്രമല്ല ഈ റീജിയനിൽ വെച്ച് നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ ബോഡി ഇങ്ങനെ പഴയ അവസ്ഥയിൽ ഇവിടെ തിരിച്ചെത്തുന്നില്ല. അപ്പം നമ്മളിവിടെ സിയിൽ വെച്ചിട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ ഓയിലാണ് തിരിച്ചെത്തേണ്ടത്. പകരം ബോഡി എന്ത് ചെയ്യുന്നത് തൊട്ടടുത്ത വേറൊരു പോയിന്റിലേക്കാണ് തിരിച്ചെത്തുന്നത്. അപ്പോൾ ഇത്രയും ലെങ്ത്, ഇത്രയും ഒരു സ്ട്രെയിൻ അതിനകത്ത് ആ ബോഡിയിൽ പെർമനൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ലെങ്ത് ആണെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ബോഡിയുടെ ലെങ്ത് കുറച്ച് ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ദ മെറ്റീരിയൽ ഈസ് സെഡ് ടു ഹാവ് എ പെർമനൻറ്റ് സെറ്റ്. അപ്പോൾ ഈ സമയത്ത് അതായത് ബോഡിക്ക് പെർമനൻ്റ് ആയിട്ട് കുറച്ച് ഇൻക്രീസ് ഇൻ ലെങ്തോ അല്ലെങ്കിൽ ഏത് ഡയമെൻഷനാണോ ചേഞ്ച് ചെയ്തത് അത് പെർമനൻ്റ് ആയിട്ട് കുറച്ച് കൂടുന്നു. അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മളിതിനെ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ എന്നാണ് പറയുന്നത്. ബോഡിയുടെ ഷേപ്പിനൊരു ഡീഫോർമേഷൻ ഉണ്ടായി, അതിനെ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ എന്ന് പറയും. അപ്പോൾ ഗ്രാഫിൻ്റെ ഈ പോർഷൻ പ്ലാസ്റ്റിക് റീജിയൻ ആണല്ലേ. ബി വരെ ഇലാസ്റ്റിക് റീജിയൻ ആയിരുന്നു, ബാക്കി വരുന്ന റീജിയൻ എന്തായിരിക്കും? പ്ലാസ്റ്റിക് റീജിയൻ ആയിരിക്കും. ഇനി ഈ ഗ്രാഫിൻ്റെ ഈ പോയിന്റ് നോക്കുക, ഡി. ഇതാണ് സ്ട്രെസ്സിൻ്റെ മാക്സിമം വാല്യൂ, അല്ലെ സ്ട്രെസ്സിൻ്റെ ഏറ്റവും കൂടിയ വാല്യൂ ഇതാണ്. ദിസ് പോയിന്റ് ഇസ് കോൾഡ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയും. ഈ പോയിന്റിനെ പറയുന്ന പേരെന്താണ്? അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. ഈ റീജിയൻ കഴിഞ്ഞിട്ട് നമ്മൾ ബോഡിയുടെ ലേക്ക് അപ്ലൈഡ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ബോഡി എന്ത് ചെയ്യുന്നു? മെറ്റീരിയലിന് ഫ്രാക്ചർ ഉണ്ടാകുന്നു, പൊട്ടിപ്പോകുന്നു. മനസ്സിലായി? അപ്പോൾ ഈ പോയിന്റിൽ വെച്ചിട്ട് മെറ്റീരിയൽ ബ്രേക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് പ്രധാനമായിട്ട് ഈ ഗ്രാഫ് അനലൈസ് ചെയ്ത് പഠിക്കേണ്ടത് ഇത് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്തും ഇതാണ് ഫ്രാക്ചർ പോയിന്റും അല്ലേ. അപ്പോൾ ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് വളരെ കുറവാണെങ്കിൽ ബോഡി പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? അതായത് മാക്സിമം സ്ട്രെങ്ത് കഴിഞ്ഞിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ബോഡി പെട്ടെന്ന് പൊട്ടിപ്പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഗ്രാഫ് കിട്ടത്തില്ല. ഈ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് ആ ബോഡിയെ നന്നായിട്ട് വലിച്ചു നീട്ടാൻ പറ്റുന്ന ബോഡിയായിരിക്കും. അപ്പോൾ ഡിയും ഇയും വളരെ ക്ലോസ് ആണെങ്കിൽ മെറ്റീരിയൽ എന്തായിരിക്കും? ബ്രിട്ടിലായിരിക്കും. മനസ്സിലായോ? ഡി ആൻഡ് ഇ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നോക്കുക, ഡിയും ഇയും വളരെ അടുത്തടുത്ത പോയിൻ്റാണ് അല്ലെങ്കിൽ സെയിം പോയിൻ്റ് ആണെങ്കിൽ മെറ്റീരിയൽ ബ്രിട്ടിൽ, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ടൈപ്പായിരിക്കും. ഫ്രാക്ചർ പോയിൻ്റ് ആണിത്. ഈ അൾട്ടിമേറ്റ് സ്ട്രെങ്തും ഫ്രാക്ചർ പോയിൻറ്റും ക്ലോസ് ആണെങ്കിൽ മെറ്റീരിയൽ ഈസ് സെഡ് ടു ബി ബ്രിട്ടിൽ. ഇനി ഇഫ് ദീസ് 2 പോയിൻറ്റ്സ് ആർ ഫാർ അപ്പാർട്ട്, ഏതൊക്കെ പോയിൻറ്റ്സ് ആണ്? അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്തും ഫ്രാക്ചർ പോയിൻറ്റും വളരെ ദൂരെയാണെങ്കിൽ നമുക്ക് ആ മെറ്റീരിയൽ ഡക്റ്റൈലായിരിക്കും. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് വലിച്ചു നീട്ടാൻ പറ്റും. ഈ ഗ്രാഫ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇതൊരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണല്ലേ. ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് പ്ലാസ്റ്റിക് റീജിയൻ ഇവിടെ ഇല്ല അല്ലേ. ഗ്രാഫിൽ ഇലാസ്റ്റിക് റീജിയൻ മാത്രമേ ഉള്ളൂ, പ്ലാസ്റ്റിക് റീജിയൻ ഇല്ല. ഈ ഗ്രാഫ് ഇലാസ്റ്റിക് ടിഷ്യൂ, അയോട്ട എന്ന് പറയുന്ന ഒരു ബ്ലഡ് വെസൽ, ഹാർട്ടിൽ നിന്ന് ബ്ലഡ് നമ്മുടെ ബോഡി പാർട്സിലേക്ക് കൊണ്ടുപോകുന്ന, ഇതാ കണ്ടോ, ഹാർട്ടിൽ നിന്ന് ബ്ലഡ് ബോഡി പാർട്സിലേക്ക് കൊണ്ടുപോകുന്ന അയോട്ട എന്ന് പറഞ്ഞ ആർട്ടറിയുടെ ഇലാസ്റ്റിക് കർവാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം ഫിഗർ ഷോസ് ഇലാസ്റ്റിക് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് ഇലാസ്റ്റിക് ടിഷ്യൂ ഓഫ് അയോട്ട. ഓക്കെ, അപ്പോൾ അയോട്ട എന്താണെന്ന് മനസ്സിലായി. ഹാർട്ടിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകുന്ന ആർട്ടറിയാണ് അയോട്ട. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അതിന് പ്ലാസ്റ്റിക് റീജിയൻ ഇല്ല. ഇലാസ്റ്റിക് റീജിയൻ വളരെ ലാർജ് ഇലാസ്റ്റിക് റീജിയൻ ആണല്ലേ. ആൻഡ് ദ മെറ്റീരിയൽ ഡസ് നോട്ട് ഒബേ ഹുക്സ് ലോ. അയോട്ടയും റബ്ബർ പോലെയുള്ള ചില മെറ്റീരിയൽസിന് അതിനെ നമുക്ക് എത്ര വേണമെങ്കിലും സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. അതായത് അതിന് ഹൈ കപ്പാസിറ്റിയാണ്. ദേ ഹാവ് ഹൈ കപ്പാസിറ്റി ടു റിക്കവർ ദ ഇൻറ്റേർണൽ ഷേപ്പ് ആൻഡ് സച്ച് മെറ്റീരിയൽസ് ആർ കോൾഡ് ഇലാസ്റ്റോമേഴ്സ്. Elastomers have high capacity to recover in internal shape. നമുക്ക് എത്ര വേണമെങ്കിലും അതിനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, അത് ഒറിജിനൽ ഷേപ്പ് അറ്റൈൻ ചെയ്തോളും. ഇലാസ്റ്റോമേഴ്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് അയോട്ടയും റബ്ബറും പറയാൻ പറ്റും. സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. അപ്പം വൈ സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ എന്ന് നോക്കാം. അതായത് സ്റ്റീൽ കംസ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ഫാസ്റ്റർ ദാൻ റബ്ബർ വെൻ ദ ഡീഫോമിംഗ് ഫോഴ്സസ് ആർ റിമൂവ്ഡ്. ഡീഫോമിംഗ് ഫോഴ്സസ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ റബ്ബർ
റീഗെയിൻ ചെയ്യുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് സ്റ്റീൽ പഴയ ഷേപ്പും സൈസും റീഗെയിൻ ചെയ്യുന്നുണ്ട്. സോ സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? സ്റ്റീൽ കംസ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ് ഫാസ്റ്റർ ദാൻ റബ്ബർ വെൻ ഡീഫോമിംഗ് ഫോഴ്സസ് ആർ റിമൂവ്ഡ്. അതായത് the less a body can be stretched or deformed without breakage, the more elastic it is. ഒന്നുകൂടെ പറയാം. ലെസ് എ ബോഡി ക്യാൻ ബി സ്ട്രെച്ച്ഡ് ഓർ ഡീഫോംഡ് വിത്തൗട്ട് ബ്രേക്കേജ്, ദ മോർ ഇലാസ്റ്റിക് ഇറ്റ് ഈസ്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.